ഇനി കാട്ടാക്കട മണ്ഡലമാണ് നോക്കുന്നത്. കാട്ടാക്കട എന്ന് വെച്ചാൽ ആക്ച്വലി ചെറിയൊരു മണ്ഡലമാണ്. 6 പഞ്ചായത്ത് മാത്രമേ ഉള്ളൂ. സാധാരണ 8ഉം 10ഉം ഒക്കെ ഉള്ളിടത്ത് 6 പഞ്ചായത്തേ ഉള്ളൂ കാട്ടാക്കടയിൽ. കാട്ടാക്കടയിൽ നോക്കുവാണെങ്കിൽ LDF ആണ് ലീഡ് എടുത്തിരിക്കുന്നത്. 55,000 വോട്ടോളം LDF എടുത്തപ്പോൾ 48,000 വോട്ടോളമാണ് UDF ഒരു 7,000 വോട്ടിന്റെ വ്യത്യാസമുണ്ട് LDF UDF തമ്മിൽ. NDA 46,000 വോട്ടോളം ഉണ്ട്. NDAക്ക് നല്ലൊരു മാർജിനുള്ള മണ്ഡലമാണ്. ഇത് അതേഴ്സ് എല്ലാം കൂടെ ഒരു 5,000 വോട്ട് കിടപ്പുണ്ട്. അപ്പൊ മെമ്പർമാർ നോക്കിയാൽ LDFന് 55 മെമ്പർമാരുള്ളപ്പം NDAക്കാണ് കൂടുതൽ വോട്ട്. UDFനെക്കാട്ടിലും കുറവാണ്. NDAക്ക് കൂടുതൽ 45 മെമ്പർമാരുണ്ട്. UDFന് 30 മെമ്പർമാരേ ഉള്ളൂ. മറ്റുള്ളവർ 4 പേരും ഉണ്ട്. ഈ ഒരു സെക്ഷനിൽ എൻ്റെ ഒരു അനാലിസിസ് എന്തായാലും LDFന്റെ വോട്ട് കുറയും. 54,000 എന്നുള്ളത് വീണ്ടും കുറഞ്ഞ് ഒരു 49,000 വോട്ടിലും കുറയും. ബട്ട് UDF NDAയിലും വോട്ട് പിടിക്കുമെങ്കിലും ഇവിടെ NDA ഒരു കുതിച്ചേറ്റം ആണ് ഞാൻ നോക്കുന്നത്. കാരണം ഈ മെമ്പർമാർ 2ാം സ്ഥാനം ഉള്ളത് NDAക്കാണ്. പിന്നെ അത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലൊക്കെ BJPക്ക് എല്ലാ വാർഡിലും സ്ഥാനാർത്ഥികളെ നിർത്താനുള്ള അത്രയും വളർന്നിട്ടില്ല. എന്നിട്ട് ഇത്രയും വോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റിൽ വരുമ്പോൾ മണ്ഡലം മുഴുവനായിട്ട് വരുമ്പോൾ ഒരു 2,000-3,000 വോട്ട് പല വാർഡുകളിലും NDAക്ക് സ്ഥാനാർത്ഥി അല്ലെങ്കിൽ വെറുതെ ഒരാളെ പിടിച്ചത്. ചിലത് BDJസിന് കൊടുക്കുന്നുണ്ട്. BDS അത്ര വോട്ട് പിടിക്കാറില്ല. അല്ല കടകാശികൾക്ക് കൊടുത്ത വാർഡുകളിൽ എഫക്റ്റീവ്ലി NDAക്ക് സത്യത്തിൽ ഇവിടെ ഒരു 2,000-3,000 വോട്ട് അഡീഷണൽ ഓൾറെഡി ഉണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ ഇപ്പോഴുള്ള നല്ലൊരു ശക്തമായ മത്സരം കൂടെ ആകുമ്പോൾ NDA ഒരു അട്ടിമറി വിജയം നേടും കാട്ടാക്കട എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 2ാം സ്ഥാനം UDFനും 3ാം സ്ഥാനം LDFനുമാണ് ഞാൻ എൻ്റെ ഒരു അനാലിസിസ് പറയുന്നത്.